ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ പുതിയൊരു അധ്യായം, അതായത് ഡെപ്റ്റ് മാർക്കറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഡെപ്റ്റ് മാർക്കറ്റ് നോക്കാം. ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ എസ്പെഷ്യലി ഡെവലപ്ഡ് കൺട്രിയുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ വൺ ഓഫ് ദ മേജർ സെഗ്മെൻറ്റാണ് ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇവിടെ ഇങ്ങനെ ഡീൽ ചെയ്യപ്പെടുന്നത് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളാവും. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ബോണ്ട്, കൊമേഴ്ഷ്യൽ പേപ്പർ, ട്രഷറി ബില്ല്, അതേപോലെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡീലിംഗ് ആണ് ഡെപ്റ്റ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക. ദ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി മാർക്കറ്റ്, ഓൾസോ നോൺ ആസ് ഡെപ്റ്റ് മാർക്കറ്റ് ഓർ ദി ബോണ്ട് മാർക്കറ്റ്, ലാർജസ്റ്റ് ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു മേജർ പോർഷൻ കൈയടക്കുന്ന രീതിയിലാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി മാർക്കറ്റ്, അതല്ലെങ്കിൽ ഡെപ്റ്റ് മാർക്കറ്റ്, അതല്ലെങ്കിൽ നമുക്കിതിന് മറ്റൊരു പേര് പറയാം ബോണ്ട് മാർക്കറ്റ് എന്ന്. ഇത് മെയിനായിട്ട് ഇവിടെ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വരുന്നത് ഗവൺമെൻറ് ആയിരിക്കാം. ഗവൺമെൻറ് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാവാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാവാം, മുനിസിപ്പൽ കോർപ്പറേഷൻ ആവാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്, പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ, ഇത് അല്ലെങ്കിൽ കമ്പനീസ്, കോർപ്പറേറ്റുകൾ, ട്രേഡേഴ്സ്, ഇവരൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു മാർക്കറ്റിൽ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ടിൻ്റെ ട്രേഡ് പോലെ തന്നെയാണ് ഉണ്ടായിരിക്കുക. ഇവിടെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ്ലി ലോ ആയിരിക്കും. മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റിനെ അപേക്ഷിച്ച് ഡെപ്റ്റ് മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റുകൾക്ക് റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. മെയിൻലി നമ്മളിവിടെ ഇങ്ങനെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഷുവറായിട്ടുള്ള ഒരു റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക ഗിൽട്ടഡ് സെക്യൂരിറ്റീസ് ആണ്. ഷോർട്ടായിട്ട് നമുക്ക് ഈ ലെസണിൽ കവർ ചെയ്യുമ്പോൾ നമുക്ക് GSEC എന്ന് പറയാം. ഈ സെക്യൂരിറ്റീസ്, അതായത് ഗിൽട്ടഡ് സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റേഴ്സിന് ഹൈ ലിക്വിഡിറ്റി അതേപോലെ തന്നെ ലോ റിസ്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെൻ്റാണ് ഇത് ഡിബഞ്ചേഴ്സ്, ബോണ്ട് എന്നൊക്കെ പറയുന്ന ഈ ഡെപ്റ്റ് മാർക്കറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് മെയിൻലി ഒരു 1 ഇയർ മുതൽ 20 വർഷം വരെ ആയിരിക്കും. അതായത് ആ മെച്യൂരിറ്റി പീരീഡ് അത്രമാത്രമുള്ള രീതിയിലുള്ള ബോണ്ടുകളോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സുകളോ ആണ് നമ്മൾ ഡെപ്റ്റ് മാർക്കറ്റിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. അതുകൊണ്ട് തന്നെ ഹൈ ലിക്വിഡിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നത്. അതേപോലെ തന്നെ റിസ്ക് എന്ന് പറയുന്നത് ലോ റിസ്ക് ആയിരിക്കും. ഇനി നമ്മൾ ഇതിൽ പോകുന്ന ടോപ്പിക്ക് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ്. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് ആൻഡ് ഡൈനാമിക് ഇൻസ്ട്രുമെൻറ്റ് developed in the financial system. Interest and time value of money is considered. Fixed income security consider a spirit of innovation and transformation. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട്, ഇന്നോവേഷൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് ഏത് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സ് മെയിനായിട്ട് അവർ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് തന്നെ അവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു ഫിക്സഡ് എമൗണ്ട് റിട്ടേൺ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റുകളാണ്. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ്, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ ഇറ്റ് ഓഫർ സർപ്രൈസിങ് സ്ട്രീം ഓഫ് ദ പേയ്മെൻറ്റ് ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രമല്ല, പിന്നെ അതിൻ്റെ റീപേയ്മെൻറ്റ് ഓഫ് ദ പ്രിൻസിപ്പൾ അറ്റ് ദ മെച്യൂരിറ്റി ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ മെച്യൂരിറ്റി ടൈം ആയിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ പ്രിൻസിപ്പൾ എമൗണ്ടും തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതിൽ വരുന്നത്, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൽ വരുന്നത്. The debt securities are issued by the eligible entity, money borrowed by them from the investors in these instruments. Most debt securities carry a fixed charge on the asset of the entity and generally enjoy a reasonable degree of safety. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും ശരി, കമ്പനിയെ സംബന്ധിച്ചാണെങ്കിലും ശരി, ഈ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഹൈ ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സേഫായിട്ട് എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സാണ് ഏത്, ഈ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡെപ്റ്റ് മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റുകൾ. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് an efficient debt market has a competitive market structure. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചറാണ് ഡെപ്റ്റ് മാർക്കറ്റിനുള്ളത്. ഇറ്റ് ഈസ് അതേപോലെ തന്നെ ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. പിന്നെ അതേപോലെ റിട്ടേൺ ഫ്രം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സെർട്ടൈൻ, തീർച്ചയായിട്ടും നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. പിന്നെ ഹൈ ലെവൽ ഓഫ് ഹെട്രോജീനിറ്റി, ഡിഫറെൻറ്റ് ടൈപ്പ് നമുക്ക് അവിടെ ഇങ്ങനെ യൂസ് ചെയ്യാം.
അത് ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയയെ നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാം. അതേപോലെ തന്നെ ഇറ്റ് ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് ദ ബോറോയിങ് കോസ്റ്റ് ഓഫ് ദ ഗവൺമെൻറ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഹെൽപ്പ് ടു ദ ഫണ്ട് മൊബിലൈസേഷൻ. ഇപ്പോൾ മെയിൻലി ഡെവലപ്പിംഗ് ഇക്കോണമി, ഡെവലപ്പിംഗ് കൺട്രി, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നീഡാണെങ്കിലും ദെൻ കമ്പനികളുടെ എക്സ്പെൻഷൻ പർപ്പസിനൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഏത് ഡെപ്റ്റ് മാർക്കറ്റ്. അതുകൊണ്ട് ഹൈലി ഈസിലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ പറയുന്നത് ഇത് വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അട്രാക്റ്റീവ് ആണെന്ന് പറയാൻ കാരണം ഇവിടെ അഡിക്വേറ്റ് ലിക്വിഡിറ്റി കിട്ടുന്നുണ്ട്, സേഫ്റ്റിയാണ്, അതേപോലെ ഇതിൻ്റെ മോണിറ്ററിങ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഏത് ഡെപ്റ്റ് മാർക്കറ്റ്. ഇനി നമുക്കിതിൽ പറയാനുള്ളത് ഫങ്ഷൻസ് ആണ്. 4 ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഇറ്റ് ഹെൽപ്പ് ടു മൊബിലൈസ് ആൻഡ് അലോക്കേറ്റ് റിസോഴ്സസ് ഓഫ് ദി ഇക്കോണമി. എക്സസ് ആയിട്ടുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്തിട്ട് അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയയിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഏരിയയിലേക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ആവശ്യമായ രീതിയിലേക്ക് ആ ഫണ്ടിനെ അലോക്കേറ്റ് ചെയ്യാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്റ്റ് മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ് വൺ വരുന്നത് ഇറ്റ് ഹെൽപ്പ് ടു ഫൈനാൻസ് ദ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയൊക്കെ പിന്നെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിൻ്റെയും മറ്റുമൊക്കെ അതേപോലെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് വൊളാറ്റൈലാണ്. ദെൻ ബെറ്റർ റിട്ടേൺ ടു ഇൻവെസ്റ്റേഴ്സ്. സർട്ടൺ ആയിട്ട് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഡെപ്റ്റ് മാർക്കറ്റിൽ ട്രേഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഓക്കെ, നമുക്ക് ഇനി നോക്കാനുള്ളത് ബെനിഫിറ്റാണ്. 4 ബെനിഫിറ്റാണ്. ഇപ്പോൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദ ഇൻവെസ്റ്റേഴ്സ് ബെനിഫിറ്റ് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി ആസ് ദേ പ്രിസർവ് ആൻഡ് ഇൻക്രീസ് ദെയർ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. ഇറ്റ് എൻഷുർ ദ റിസീപ്റ്റ് ഓഫ് റെഗുലർ ഇൻട്രസ്റ്റ് ഇൻകം. ഇപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്ന അതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡും കൂടിയാണ് ഡെപ്റ്റ് മാർക്കറ്റ്. നെക്സ്റ്റ് വൺ വരുന്നത് ന്യൂട്രലൈസ് ദ ഡീഫോൾട്ട് റിസ്ക് ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റി. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റി ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, റിസ്ക് വളരെ കുറച്ച് റിസ്ക് മാത്രമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ കരുതാം. അതോടൊപ്പം തന്നെ സഫീഷ്യൻറ്റ് റിട്ടേൺ കിട്ടുകയും ചെയ്യും. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഡിസ്പ്ലേ എ ലോവർ ആവറേജ് വൊളാറ്റിലിറ്റി എസ് കമ്പയർഡ് ടു ദ പ്രൈസ് ഓഫ് ദി അതർ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. മറ്റുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റീനെ അപേക്ഷിച്ച് ഇതിൻ്റെ വൊളാറ്റിലിറ്റി, ഇതിൻ്റെ പ്രൈസ്, അതല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചാർജ് എന്നൊക്കെ പറയുന്നത് വളരെ ലോ ആണ്. ദ നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ഇറ്റ് എനാബിൾ വൈഡ് ബേസ്ഡ് ആൻഡ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ഗ്രൂപ്പിൽ നമുക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചൂസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഇങ്ങനെ റിസ്ക് റിട്ടേൺ ഒക്കെ നോക്കിയിട്ട് ആ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് വളരെ ഈസിലി അത് അനലൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇത് ഡെപ്റ്റ് മാർക്കറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ ഡെപ്റ്റ് മാർക്കറ്റിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഇന്ത്യൻ ഡെപ്റ്റ് മാർക്കറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻ ഏഷ്യ. ഏഷ്യയിലെ മൊത്തം നമ്മൾ മാർക്കറ്റിൻ്റെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഇന്ത്യൻ ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ലാർജസ്റ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ട്രഡീഷണലി നമ്മുടെ ഇന്ത്യൻ ഡെപ്റ്റ് മാർക്കറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് ഹോൾസെയിൽ മാർക്കറ്റാണ്. ഇവിടെ മെയിനായിട്ട് പാർട്ടിസിപ്പൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ ആയിട്ട് വരുന്നത് ബാങ്കേഴ്സാണ്. യൂസ്ഫുൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടു ദ ബാങ്കിങ് ചാനൽ ഫോർ ഫൈനാൻസ്. ബാങ്കുകളുടെ ഒരു പാർട്ടിസിപ്പേഷനാണ് മെയിനായിട്ട് ഇന്ത്യൻ ഡെപ്റ്റ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ദ മോസ്റ്റ് യൂണിക് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് റിട്ടേൺ ആണ്, ഫിക്സഡ് റിട്ടേൺ ആണ്. അതേപോലെ തന്നെ റിസ്ക് ഫ്രീ ആണ്. ദ ഫിക്സഡ് റിട്ടേൺ ഓൺ ദ ബോണ്ട്, ആ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് പറയാം കൂപ്പൺ റേറ്റ്, അതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയാം. അതായത് ദ ഫിക്സഡ് റിട്ടേൺ ഓൺ ദ ബോണ്ട്, ആ റിട്ടേൺ പറയുന്ന പേരാണ് കൂപ്പൺ റേറ്റ് അതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്.
ദ ബയ്യർ എന്ന് പറയുമ്പോൾ നമ്മൾ ബോണ്ടോ അല്ലെങ്കിൽ ഡെപ്റ്റിൻ്റെ ആ ഒരു ബയ്യർ ഈസ് ഗിവിൻ ദ സെല്ലർ എ ലോൺ, ഒരു ലോൺ കൊടുക്കുന്നത് പോലെയാണ്. ഇപ്പോൾ ലോൺ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് എന്ത് കിട്ടും, അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ. അപ്പോൾ ആ ഒരു രണ്ട് ബെനിഫിറ്റും കൂടെയാണ് ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൽ പറയുന്നത് ദ ഡെപ്റ്റ് മാർക്കറ്റ് ഇൻ ഇന്ത്യ കംപ്രൈസസ് ഓഫ് മെയിൻലി 2 കാറ്റഗറി, 2 കാറ്റഗറിയാണ് നമുക്ക് ഡെപ്റ്റ് മാർക്കറ്റിന് ഇന്ത്യയിൽ കാണുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, മെയിനായിട്ട് അവിടെ കംപ്രൈസ് ചെയ്യുന്നത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിസിപ്പേഷനാണ്. സെക്കൻഡ് വൺ വരുന്നത് കോർപ്പറേറ്റ് ബോണ്ടാണ്, കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ്. ഇങ്ങനെയാണ് മെയിനായിട്ട് ഇന്ത്യയിൽ ഡെപ്റ്റ് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന ഗിൽട്ടഡ് സെക്യൂരിറ്റി മാർക്കറ്റും, സെക്കൻഡ് വൺ വരുന്നത് കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റും. ഇവിടെ മെയിനായിട്ട് ദ മാർക്കറ്റ് ഫോർ OTC ഡെറിവേറ്റീവ്സ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊഡക്റ്റ് എക്സിസ്റ്റ്. അതേപോലെ തന്നെ നമുക്ക് OTC മാത്രമല്ല എക്സ്ചേഞ്ച് ട്രേഡഡ് ഇൻട്രസ്റ്റ് റേറ്റും ഡെറിവേറ്റീവ്സും ഇന്ത്യൻ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് കറൻ്റ്ലി ഇപ്പോൾ അത് സ്മാൾ, അതായത് ചെറിയൊരു രീതിയിൽ മാത്രമാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ആയിട്ട് ഡെപ്റ്റ് മാർക്കറ്റ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് പറയുമ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ ഈസ് റെഗുലേറ്റഡ് ബൈ RBI. RBIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഏത് വർക്ക് ചെയ്യുന്നത്, ഇന്ത്യയിലെ മണി മാർക്കറ്റ് അതല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ്. അതോടൊപ്പം തന്നെ ഇത് കോർപ്പറേറ്റ് ഡെപ്റ്റ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. ഈ സെബി കോർപ്പറേറ്റ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനാവശ്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആര് തന്നെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഡെപ്റ്റ് സെക്യൂരിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. പക്ഷേ ദ കോൺട്രാക്റ്റ് ത്രൂ എക്സ്ചേഞ്ച് വഴി എക്സിക്യൂട്ട് ചെയ്യുന്ന കോൺട്രാക്റ്റുകളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പവർ സെബിക്കാണ്. പക്ഷേ സെബിയുടെ ത്രൂ ദ ഗൈഡ് ലൈൻ ഇഷ്യൂഡ് ബൈ ദി RBIയുടെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് സെബി എന്ത് ചെയ്യുന്നത്, ഈ പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയുള്ള കോൺട്രാക്റ്റ് എക്സിക്യൂഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി നോക്കാനുള്ളത് ഇതിലെ പാർട്ടിസിപ്പൻസ് ആണ്. ഡെപ്റ്റ് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ഏകദേശം ഒരു 10 പാർട്ടിസിപ്പൻസ് ആണ് നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. നെക്സ്റ്റ് വൺ വരുന്നത് പ്രൈമറി ഡീലേഴ്സ്. പ്രൈമറി ഡീലേഴ്സാണ് മെയിനായിട്ടുള്ള മാർക്കറ്റ് മേക്കർ. ഇവിടെ RBI ആൻഡ് ഹാവ് എമർജ്ഡ് ആസ് എൻ ആക്റ്റീവ് ഇൻ്റർമീഡിയറീസ് ഇൻ ദ ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. അപ്പോൾ പ്രൈമറി ഡീലേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ അപ്പോയിൻറ്റഡ് ബൈ RBI ആണ്. RBIയുടെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. തേർഡ് വൺ പറയുന്നത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ദേ ഇഷ്യൂ ടാക്സ് ഫ്രീ ആൻഡ് ഓൾസോ ടാക്സബിൾ ബോണ്ട്. ടാക്സ് ഫ്രീ ആയിട്ടുള്ളതും ടാക്സബിൾ ബോണ്ടും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ലോങ് ടേം അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ദ നെക്സ്റ്റ് വൺ വരുന്നത് കോർപ്പറേറ്റ്സ് ആണ്. ദ നെക്സ്റ്റ് വൺ ബാങ്ക്, മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് കമ്പനീസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ദെൻ പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് പെൻഷൻ ഫണ്ട് ആൻഡ് നെക്സ്റ്റ് വൺ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ട്രസ്റ്റ്. ഇത്രയാണ് മെയിനായിട്ടുള്ള പാർട്ടിസിപ്പൻസ് വരുന്നത്. ഇനി ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷനാണ്. ഇന്ത്യൻ ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇതിൽ ഫസ്റ്റ് സെഗ്മെൻ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റാണ്. ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റിന് നമുക്ക് ഗിൽട്ട് എഡ്ജഡ് സെക്യൂരിറ്റീസ് എന്ന് പറയാം, അതല്ലെങ്കിൽ ജി സെക്യൂരിറ്റീസ് എന്ന് പറയാം. ഇറ്റ് മീൻസ് ദാറ്റ് ലോൺസ് ആർ ബീങ് ടേക്കൺ ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇവിടെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് മെയിനായിട്ട് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വരുന്നത്. ലീഡിങ് കാറ്റഗറി ഓഫ് ദ ഇന്ത്യൻ ഡെപ്റ്റ് മാർക്കറ്റാണ് ഏത്, ഈ ഗിൽട്ട് എഡ്ജഡ് സെക്യൂരിറ്റി. അതേപോലെ തന്നെ മോസ്റ്റ് ഡൊമിനൻ്റ് കാറ്റഗറി ആയിട്ട് ഇന്ത്യൻ ഡെപ്റ്റ് മാർക്കറ്റിലുള്ളതാണ് ജി സെക്യൂരിറ്റീസ്. അതേപോലെ മേജർ പാർട്ട് ഓഫ് ദ മാർക്കറ്റ് ഇൻ ടേംസ് ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ഇഷ്യൂ, മാർക്കറ്റിംഗ് ക്യാപിറ്റലൈസേഷൻ, ട്രേഡിംഗ് വാല്യൂ, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത് ഏതാ തന്നെയാണ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. അതേപോലെ തന്നെ ഇറ്റ് സെറ്റ് ദ ബെഞ്ച് മാർക്ക് ഫോർ ദി റെസ്റ്റ് ഓഫ് ദ മാർക്കറ്റ് ഇഷ്യൂഡ് ബൈ ദി RBI ഓൺ ഐദർ
ഒന്നുകിൽ അത് ഈൽഡ് ബേസ്ഡ് ആയിട്ട്, അതായത് പാർട്ടിസിപ്പൻ്റ് ഒരു ബിഡ്, കൂപ്പൺ പേയബിൾ ബിഡ് എന്നുള്ള രീതിയിൽ ഈൽഡിൻ്റെ ബേസിൽ RBI ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ ഉണ്ടാവാം. അതല്ലെങ്കിൽ പ്രൈസ് ബേസ്ഡ് ആയിട്ട്, ഇവിടെ പാർട്ടിസിപ്പൻ്റ് ബിഡ് എന്ന് പറയുന്നത് പ്രൈസ് ഫോർ എ ബിഡ് വിത്ത് ഫിക്സഡ് കൂപ്പൺ, ഓരോ കൂപ്പണിലും ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ആ ഫിക്സഡ് റേറ്റ് വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം. അവിടെ ഇങ്ങനെ ബിഡല്ല, ആ രീതിയിൽ പ്രൈസ് ബേസ്ഡ് ആയിട്ടുള്ള ബോണ്ട് ഉണ്ടായിരിക്കും. അത് നമുക്ക് ഓപ്ഷൻ ബേസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ദ ഓപ്ഷൻ ക്യാൻ ബി എയ്തർ, ഈ ഓപ്ഷൻ നടക്കുന്നത് ഒന്നുകിൽ എങ്ങനെയാവാം, മൾട്ടിപ്പിൾ പ്രൈസ് രീതിയിലാവാം, അതല്ലെങ്കിൽ യൂണിഫോം പ്രൈസ് ഓപ്ഷൻ ആവാം. ഇപ്പോൾ മൾട്ടിപ്പിൾ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പൻസ് ഗെറ്റ് അലോട്ട്മെൻറ്റ് അറ്റ് ദെയർ കോട്ടഡ് പ്രൈസ്. അപ്പോൾ അവിടെ നമുക്ക് മൾട്ടിപ്പിൾ പ്രൈസിൽ സ്യൂട്ടബിൾ ആവുന്ന പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബിഡ് കോൾ ചെയ്യാൻ പറ്റും. യൂണിഫോം പ്രൈസിലാണ് ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ഓൾ പാർട്ടിസിപ്പൻസ് ഗെറ്റ് അലോട്ട്മെൻറ്റ് അറ്റ് ദ സെയിം പ്രൈസ്. അവിടെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ പാർട്ടിസിപ്പൻറ്റിനും സെയിം റേറ്റിലുള്ള ബോണ്ട് അതല്ലെങ്കിൽ സെക്യൂരിറ്റീസാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇന്ത്യയിൽ മെയിനായിട്ട് ഫേസ് വാല്യൂ 100 റുപ്പീസ് വരുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസാണ് RBI ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നോർമലി അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ കൂപ്പൺ ബിയറിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സെമി ആനുവൽ കൂപ്പൺ ഓർ ഇൻട്രസ്റ്റ് പേബിൾ വിത്ത് എ ടൺ ഓഫ് 5 to 30 years, ആ ഒരു പീരീഡിനകത്ത് അല്ലെങ്കിൽ ആ ഒരു പീരീഡിനുള്ളിൽ വൈൻഡ് അപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സെക്യൂരിറ്റീസാണ് ഇഷ്യൂ ചെയ്യുന്നത്. കാലാവധി എന്ന് പറയുന്നത് ഒന്നുകിൽ 5 അല്ലെങ്കിൽ 30 വർഷം വരെ ആയിരിക്കും. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഗിൽറ്റഡ് സെക്യൂരിറ്റീസിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നതും 100 റുപ്പീസ് തന്നെയാണ്. അതും ത്രൂ ദി ഡയറക്ഷൻസ്, അണ്ടർ ദി ഡയറക്ഷൻ ഓഫ് ദ RBIയുടെ ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും ഗൈഡ് ലൈനൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് കൂപ്പൺ ബിയറിംഗ് ബോണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നത്. അതും 100 റുപ്പീസ് ഫേസ് വാല്യൂ ആണ്. അതിന് ഫിക്സഡ് കാലാവധിയാണ് ഉണ്ടായിരിക്കുക. ഇവിടെ ഇങ്ങനെ ദേ അക്കൗണ്ട് ഫോർ 3 to 4% ഓഫ് ഡെയിലി ട്രേഡിംഗ് വോള്യൂം. ഇതാണ് മെയിനായിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്യൂരിറ്റീസിൻ്റെ ഇഷ്യൂയിങ് പ്രോസസ്സാണ്. സെക്യൂരിറ്റിയുടെ ഇഷ്യൂയിങ് പ്രോസസ്സിൽ പറയുന്നത് ദ RBI ഹാസ് റീസെൻ്റ്ലി അനൗൺസ് എ നോൺ കോമ്പറ്റേറ്റീവ് ബിഡിംഗ് ഫെസിലിറ്റി ഫോർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റി ത്രൂ വിച്ച് നോൺ കോമ്പറ്റേറ്റീവ് ബിഡ് will be allowed up to 5% of notified amount in the specified auction of a dated security. അത്ര തന്നെ പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. അതായത് ഒരു നോൺ കോമ്പറ്റേറ്റീവ് ബിഡിംഗ് ഫെസിലിറ്റീസ് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോൺ കോമ്പറ്റേറ്റീവ് ബിഡാണ്. അത് ഏകദേശം ഒരു 5% നോട്ടിഫൈഡ് വാല്യൂ ആയിട്ടാണ്. അതേപോലെ ഡേറ്റഡ് സെക്യൂരിറ്റി ആയിരിക്കും. അപ്പോൾ ഡേറ്റഡ് സെക്യൂരിറ്റിനുള്ളിൽ അതിൻ്റെ കോൺട്രാക്റ്റ് ഫുൾ അത് കംപ്ലീറ്റ് ചെയ്യും. ദ RBI ക്യാൻ സെൽ ഓർ ബൈ സെക്യൂരിറ്റീസ് ഇൻ ഇറ്റ്സ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, OMO. അതായത് RBI ഒന്നുകിൽ സെൽ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴി ചെയ്യുന്നുണ്ട്. ഇത് മെയിനായിട്ട് മാനിപ്പുലേറ്റ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി, അതേപോലെ തന്നെ ഡിസൈഡ് ലെവലിലെ ഇൻട്രസ്റ്റ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് RBI ഒന്നുകിൽ സെൽ ഓർ ബൈ സെക്യൂരിറ്റീസ് ഇൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. മറ്റൊരു ടൈപ്പ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസാണ് ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ട്, സീറോ കൂപ്പൺ ബോണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റി, അതായത് സ്റ്റേറ്റ് ലോൺ. ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നും കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഫണ്ട് മൊബിലൈസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻവെസ്റ്റേഴ്സാണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ബാങ്ക് തന്നെയാണ് ലാർജസ്റ്റ് കാറ്റഗറി ഓഫ് ദ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്നത്. അക്കൗണ്ടിങ് ഒരു മോർ ദാൻ 60% ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ട്രാൻസാക്ഷനിലും നമുക്കവിടെ ഇൻവെസ്റ്റേഴ്സായിട്ട് കാണാൻ പറ്റുന്നത് ബാങ്കുകളാണ്. ദ ബാങ്ക് ആർ ദ മേജർ ആൻഡ് ക്യാപ്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ ഒരു ബാങ്ക് ഇൻവെസ്റ്റേഴ്സായിട്ട് വരണമെങ്കിൽ ദേ ഹാവ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ 25% ഓഫ് ദെയർ നെറ്റ് ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റി ആസ് SLR ആയിട്ട് ഒരു 25% കീപ്പ് ചെയ്യാൻ പറ്റണം. അത്തരത്തിലുള്ള ബാങ്കുകളാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ മെയിൻ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്നത്. ഇവിടെ ഇവരുടെ മെയിനായിട്ട് ഈ ഫീൽഡിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണം ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞു, റിസ്ക് ഫ്രീ ആണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ പറയുന്നത് ഗ്രേറ്റർ റിട്ടേൺ. അവിടെ നമ്മൾ സർട്ടൺ ആയിട്ടുള്ള, തീർച്ചയായിട്ടും നമുക്ക് ഷുവർ ആയിട്ടുള്ള ഒരു റിട്ടേൺ ഓഫർ ചെയ്യുന്നതാണ് ഏത്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റി.
ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഗ്യാരണ്ടി, സേഫ്റ്റിയാണ് മെയിനായിട്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ നമുക്കൊരു സേഫ്റ്റി കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് ലോവർ വൊളാറ്റിലിറ്റി, മറ്റൊക്കെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെ പോലെയല്ല, വൊളാറ്റിലിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ കൺവീനിയൻ്റ് ആയിട്ട് കൺവെൻഷണൽ സേഫിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ്, അതേപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ത്രൂ ദേ കണ്ടെയ്ൻ ക്രെഡിറ്റ് റിസ്ക്. അപ്പോൾ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്രെഡിറ്റ് റിസ്ക് കാണാൻ പറ്റും. പക്ഷേ അതിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റ് റിട്ടേൺ ഓഫർ ചെയ്യുന്നതാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഹൈ ലിവറേജ് ആണ്. അതേപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് ഇന്നോവേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ടി ബില്ല്, ട്രഷറി ബില്ല്, ഇൻഡെക്സ് ലിങ്ക്ഡ് ബോണ്ട്, അതേപോലെ പാർഷ്യലി പെയ്ഡ് ബോണ്ട്, ആ രീതിയിൽ പുതിയ രീതിയിലുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളുടെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും, ഡെപ്റ്റ് മാർക്കറ്റിലും. പിന്നെ പറയുന്നത് ബെറ്റർ ആൻഡ് ഗ്രേറ്റർ ഫീച്ചേഴ്സ് ടു സ്യൂട്ട് എ ലാർജ് റേഞ്ച് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഫൈൽ ആൻഡ് ഇൻവെസ്റ്റേഴ്സ് റിക്വയർ. ദ നെക്സ്റ്റ് വൺ ഇതിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, TDS ഇല്ലാത്ത, ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിട്ടും ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗ്രോയിങ് ലിക്വിഡിറ്റി, ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുക. ഈ ഇതാണ് മെയിനായിട്ട് ഡെപ്റ്റ് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബോണ്ട് മാർക്കറ്റാണ്. ബോണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ്. ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ ബോണ്ട് ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്നത് ഒന്നുകിൽ ലാർജ് പ്രൈവറ്റ് ഓർഗനൈസേഷനോ അതല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനികളോ ആണ്. മെയിനായിട്ട് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ബോണ്ട് മാർക്കറ്റ് ഹാസ് എ ഇമ്മെൻസ് പൊട്ടൻഷ്യൽ ഇൻ റൈസിംഗ് ഫണ്ട് ടു സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെൻറ് ആൻഡ് ഓൾസോ ദ എക്സ്പെൻഷൻ നീഡ് ഓഫ് ദി കമ്പനി. മെയിനായിട്ട് എക്സ്പെൻഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്റ്റ് സർട്ടിഫിക്കറ്റിനെയാണ് ബോണ്ട് എന്ന് പറയുന്നത്. ഒന്നുകിൽ പ്രൈവറ്റ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനികളോ ആണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ബോണ്ടുകൾ അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ്, മുനിസിപ്പൽ ബോണ്ട് മാർക്കറ്റ്, അതേപോലെ ഗവൺമെൻറ് ആൻഡ് ഏജൻസി ബോണ്ട് മാർക്കറ്റ്. ദ നെക്സ്റ്റ് വൺ ഫണ്ടിങ് ബോണ്ട് മാർക്കറ്റ്. ലാസ്റ്റ് വൺ മോർട്ട്ഗേജ് ബാക്ക്ഡ് ആൻഡ് കൊളാറ്ററൽ ഡെപ്റ്റ് ഒബ്ലിഗേഷൻ ബോണ്ട് മാർക്കറ്റ്. ഇതാണ് ടൈപ്പ് ഓഫ് ബോണ്ടുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെഗ്മെൻ്റ് ആണ്. ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ സെഗ്മെൻറ്റ്. ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ സെഗ്മെൻറ്റ് മെയിനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നുമാണ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ഫ്രഷ് ഇഷ്യൂ അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ ത്രൂ ഫസ്റ്റ് ടൈം പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നത്. ന്യൂ ഡെപ്റ്റ് ഇഷ്യൂ ആർ ഫ്ലോട്ടഡ് ത്രൂ പബ്ലിക് ഇഷ്യൂ ഓർ റൈറ്റ് ഇഷ്യൂ ഓർ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ബെറ്റർ സോഴ്സസ്. കാരണം ഇവിടെ ഇങ്ങനെ കോസ്റ്റ് എന്ന് പറയുന്നത് ലോ ആണ്. അതുകൊണ്ട് ഇതൊരു ബെറ്റർ സോഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യപ്പെടുന്നത് ഒന്നുകിൽ റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി ഫണ്ട് മൊബിലൈസേഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് സെക്കൻഡറി ഡെപ്റ്റ് മാർക്കറ്റാണ്. ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്ട്രക്ചറിൽ ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റും വരുന്നുണ്ട്, റീറ്റെയിൽ ഡെപ്റ്റ് മാർക്കറ്റും വരുന്നുണ്ട്. ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആർ മെയിൻലി ബാങ്കുകളോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അതല്ലെങ്കിൽ മോണിറ്ററി ഫണ്ട്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ പ്രൈമറി ഡീലേഴ്സ്, ഇൻഷുറൻസ് കമ്പനി, RBI ഇവരൊക്കെയാണ് ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സായിട്ട് ഉണ്ടായിരിക്കുക. റീറ്റെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് ഇവിടെ മെയിനായിട്ട് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് അതല്ലെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, പ്രൈവറ്റ് ട്രസ്റ്റ്, ലീഗൽ എൻറ്റിറ്റി ഇത്തരത്തിലുള്ള പാർട്ടിസിപ്പേഷനാണ് എവിടെ വരിക, റീറ്റെയിൽ ഡെപ്റ്റ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെപ്റ്റ് മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻ്റ് ആണ്. അതേപോലെ തന്നെ സേവിങ്ങിനെ ചാനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.